ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി റൂമിൽ നിന്നുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ ഫോട്ടോ നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ. ശ്രുതിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ കണ്ണുകളിലുള്ള കള്ളത്തരം തനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ. നീ എന്നെ ചതിച്ചല്ലോ എന്ന് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി ശ്രുതി പറഞ്ഞു നിൽക്കുന്നത് ചന്ദ്രമതി കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ചന്ദ്രമതിയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവനും എന്നെ പോലെ തന്നെ അവളോട് ദേഷ്യമാണ്, അവളോട് വെറുപ്പൊക്കെ ഉണ്ട്. ഇനി എന്തായാലും എന്റെ മകന് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നല്ലൊരു പണക്കാരിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്ര മുറിയിൽ നിന്ന് പോകുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ശ്രുതി എല്ലാവർക്കും ശ്രുതിയോട് ദേഷ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ശ്രുതി ചെയ്ത ആ ഒരു കാര്യത്തിന്റെ പേരിലാണ്. പക്ഷേ എനിക്കൊരിക്കലും ശ്രുതി നിന്നോട് ദേഷ്യം കാണിക്കാനോ അല്ലെങ്കിൽ നീ ഇല്ലാതെ ജീവിക്കാനോ തനിക്ക് പറ്റില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രുതി ആ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് നമ്മുടെ രവിയാണ് കേട്ടോ. അതിൽ നിന്ന് രവിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ശ്രുതിയും ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിക്ക് ജീവനാണെന്നുള്ള കാര്യം നമ്മുടെ രവിക്കും അറിയാം. അത് മാത്രമല്ല, ശ്രുതിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത് ശ്രുതിയാണ്. ശ്രുതി വന്നതിന് ശേഷമാണ് ശ്രുതി മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ തുടങ്ങിയതും അത് മാത്രമല്ല സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിച്ചു കൊടുത്ത് ശ്രുതിയെ ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചതും ശ്രുതി തന്നെയാണ്. ബിസിനസ് ആരംഭിച്ചിരിക്കുന്നത് രവിയുടെ പണം കൊണ്ടാണെങ്കിൽ പോലും ശ്രുതി അങ്ങനെ ഒരു ബിസിനസ് ആരംഭിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ ശ്രുതി പഴയതുപോലെ തന്നെ 4 ദിവസം എവിടെയെങ്കിലും ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പതിവ് പോലെ തന്നെ 4-5 ദിവസമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് കയറും. പിന്നെ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരും. ഇത് തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യമൊക്കെ രവിക്ക് തന്നെ അറിയാം. ശ്രുതി ചെയ്തത് തെറ്റാണെങ്കിൽ പോലും ശ്രുതിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരിക്കലും ശ്രുതിയുടെ മുമ്പിൽ ശ്രുതിയെ ന്യായീകരിക്കാനും പറ്റില്ല. അവർ രണ്ടുപേരും ഒന്നിച്ചു ചേരേണ്ടവർ തന്നെയാണ്. അത് മാത്രമല്ല, ശ്രുതിയുടെ വിഷമാണെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ഉണ്ട് താനും. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് എന്തായാലും ചന്ദ്രമൂലം ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മുടെ രവിക്ക് അറിയാം. അമ്മയെ വിളിച്ചോണ്ട് വന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള ഒരു ചിന്തയിലൊക്കെ തന്നെയാണ് കേട്ടോ രവി ഉള്ളത്. അതേസമയം ബാമാൻറ്റിയെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി വിളിക്കുന്നുണ്ട് കേട്ടോ. ആന്റി അവിടെ എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. അതേസമയം ചന്ദ്രമതി ഓൾറെഡി നമ്മുടെ ബാമയെ വിളിച്ചിട്ട് ശ്രുതിയാണെങ്കിൽ ഫോട്ടോയിൽ നോക്കിയിട്ട് ശ്രുതിയോടുള്ള ദേഷ്യത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണല്ലോ ചന്ദ്ര ആദ്യം സംസാരിച്ചതാണ് ചന്ദ്ര കേട്ടത്. അതിനെ കുറിച്ചൊക്കെ ബാമയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാമ ശ്രുതിയെ വിളിക്കുന്ന സമയത്ത് ശ്രുതിക്കും നിന്നോട് ഭയങ്കര ദേഷ്യം തന്നെയാണ്, അവനൊരിക്കലും നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കും എന്നുള്ള കാര്യമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വിഷമാവുന്നുണ്ട്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും തിരികെ വന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ബാമ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ അവര് മൂലം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ ശ്രുതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്റി ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം അറിയുകയാണെങ്കിൽ ആന്റി എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണമെന്നൊക്കെ ശ്രുതി ബാമയുടെ അടുത്ത് പറയുന്നുണ്ട്. ബാമയ്ക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ശ്രുതി വന്നിട്ട് ഭീഷണിപ്പെടുത്തിയായിരുന്നല്ലോ, ബാമയുടെ വീട്ടിൽ വന്നിട്ട് തൂങ്ങി മരിക്കും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലെന്ന്. അത് ബാമയ്ക്ക് ഒരു ഭയം തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ബാമ കാര്യങ്ങളെല്ലാം ശ്രുതിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ ഞാൻ മാത്രമാണല്ലോ ശ്രുതിക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ശ്രുതി ഉള്ളത്. അങ്ങനെ ബാമയുടെ ഫോൺ വെച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ വർഷയുടെ ഫോണിലേക്ക് ശ്രുതി വിളിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ കോളാണെന്ന് കാണുമ്പോൾ തന്നെ ശ്രീകാന്തിന്റെ അടുത്ത് വിളിക്കുന്നത് ശ്രുതി ചേച്ചിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. നീ എന്തായാലും ഒന്ന് എടുത്തു നോക്ക്, എന്തായിരിക്കും അവർക്ക് പറയാനുള്ളതെന്നുള്ള കാര്യം കേൾക്കാലോ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. കാരണം ശ്രീകാന്തിന് അറിയാം ശ്രുതിയേട്ടന് ശ്രുതി ചേച്ചി ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ശ്രീകാന്തും അവർ തമ്മിൽ പിരിയാനുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഉടനെ തന്നെ വർഷ ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്ത ഉടനെ തന്നെ വർഷയെ നീ എവിടെയാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. വർഷ വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണ് ശ്രുതി വിളിച്ചിരിക്കുന്നത്. പക്ഷേ അറിയാത്തതുപോലെ ചോദിക്കുന്നത് ഞാന് വീട്ടിലെത്തി ചേച്ചി എന്ന് വർഷ പറയുന്നുണ്ട്. ചേച്ചി എവിടെയാന്ന് തിരിച്ചു ചോദിക്കുമ്പോ ഞാനിപ്പോ പുറത്താണ് എന്ന് മാത്രമാണ് കേട്ടോ പറയുന്നത്. അല്ല ശ്രുതി ചേച്ചി എന്തിനാണ് എന്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ വർഷ അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. ചേച്ചി ഒരു ഇറച്ചി വെട്ടുകാരനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇളയച്ചിനാന്നുള്ള കാര്യം പറഞ്ഞതല്ലേ, എന്തിനാ ചേച്ചി ഇങ്ങനെ കള്ളൊക്കെ പറയാൻ വേണ്ടി നിന്നെന്ന് ചോദിക്കുന്നുണ്ട്. അതെ വർഷേ, നീ ഇപ്പൊ വർഷ എന്റെ അടുത്ത് ചോദിച്ചില്ലേ എന്തിനാണ് ഞാന് അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം. അങ്ങനെ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കണ്ടേ, ഞാൻ അങ്ങനെ ഒരു കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടൊരു കാരണം ഉണ്ടാവുമല്ലോ. അതങ്ങനെയല്ലേ ചേച്ചി, എല്ലാവരും കള്ളത്തരം ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. പക്ഷെ അത് എന്താണെന്നുള്ള കാര്യം ചോദിക്കണായിരുന്നു. അതേ വർഷേ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വീട്ടില് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. പക്ഷെ എന്റെ അടുത്ത് കാര്യങ്ങളൊന്നും അന്വേഷിക്കാന്
എന്നെ ഒരു വാക്ക് പോലും മിണ്ടാൻ വേണ്ടിയിട്ട് അനുവദിക്കാതെ അവിടുന്ന് ആന്റി എന്നെ മുടിക്കുത്തിന് പിടിച്ചും കണ്ട് പുറന്തള്ളി. അതൊരിക്കലും തെറ്റാണെന്നുള്ള കാര്യം എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല ചേച്ചി. കാരണം ചേച്ചി അത്രയും വലിയ കള്ളത്തരല്ലേ പറഞ്ഞത്. ആന്റിക്ക് ഇവിടെ 3 മരുമക്കളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേച്ചിയായിരുന്നു. എന്നിട്ട് ചേച്ചി തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞാൽ ആന്റി പിന്നെ ചുമ്മാതിരിക്കോ? വർഷ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം വർഷയെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ വഴി എങ്ങാനും വീട്ടിലേക്ക് കയറാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നടക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എങ്കിലും ശ്രുതി ചേച്ചി എനിക്കും തോന്നുന്നുണ്ട് ചേച്ചി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം ആന്റി ഒന്ന് ചോദിക്കണമായിരുന്നു. അതേ വർഷേ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ആരും തയ്യാറല്ല. നീയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്കണം എന്ന് പറയണേ. അയ്യോ ശ്രുതി ചേച്ചി, ചേച്ചി ചെയ്ത കള്ളങ്ങരുടെ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്കിതില് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുമില്ല. എനിക്കറിയാം ചേച്ചിയുടെ വിളിയുടെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യമൊക്കെ. ഞാനൊരു കാണിയെ പോലെ ഇരുന്ന് കാണുമെന്നല്ലാതെ മറ്റൊന്നിലും എനിക്ക് ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അങ്ങ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ രേവതിക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും സഹായം എന്ന് വെച്ചാൽ അവൾ ഓടിച്ചെല്ലും. എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കലിതുള്ളി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും രവിയാണ് കാണിക്കുന്നത്. സച്ചിയും രേവതിയും കൂടി പുറത്തൊക്കെ പോയിട്ട് തിരികെ വന്ന ഉടനെ തന്നെ അച്ഛൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി ഭയങ്കര ടെൻഷനായിട്ട് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മുടെ രവി അങ്ങോട്ടേക്ക് ചെന്നപ്പോ ശ്രുതി ഫോട്ടോയിൽ നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ രവി സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ഒരിക്കലും ശ്രുതിയെ മറക്കാൻ വേണ്ടി പറ്റില്ല. തെറ്റുകൾ ചെയ്യാത്തവരാരാണുള്ളത്? ശ്രുതിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പൊറുത്തില്ലേ? അതുപോലെ തന്നെ ശ്രുതിയോട് പൊറുക്കും. അവള് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളും ചോദിക്കണമായിരുന്നു എന്ന് രവിയും പറയുന്നുണ്ട്. അത് അച്ഛൻ പറഞ്ഞ് ശരി തന്നെയാണ്. ശ്രുതിയെ ഞാൻ ഇന്നേ വരെ ഇതുപോലെ കണ്ടിട്ടില്ല, ഇത്രയും വിഷമിച്ചിട്ട്. അവനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രുതിയില്ലാതെ അവന് ജീവിക്കാൻ വേണ്ടി പറ്റുന്ന തോന്നുന്നില്ല അച്ഛ എന്ന് സച്ചിയും രേവതിയും പറയുന്നുണ്ട്. അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ അതൊന്നും കേൾക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പൊ തന്നെ അവരെ രണ്ടുപേരെയും എങ്ങനെ പിരിക്കാം, എങ്ങനെ ഒരു പണക്കാരിയെ അവനെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അമ്മ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നല്ല കാര്യമല്ല. ഈ വീട്ടിലേക്ക് അവനെ വിശ്വസിച്ചിട്ട് കയറി വന്ന പെണ്ണാണ് അവള്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മള് അവളെ പുറംകാലം കൊണ്ട് തട്ടിക്കളയാൻ വേണ്ടി പാടില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം അത് അമ്മയെ കൊണ്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുകയാണ് എന്നുള്ള കാര്യം രവി സച്ചിയുടെ അടുത്തും അതുപോലെ തന്നെ രേവതിയുടെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ അതെ അച്ഛ, അത് തന്നെയാണ് നല്ലത്. അച്ഛമ്മയാകുന്ന സമയത്ത് ശരി ഏത് തെറ്റ് ഏത് എന്നുള്ള കാര്യം അച്ഛമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മാത്രമല്ല അമ്മ എന്തായാലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കില്ല. അമ്മ എന്താണോ തീരുമാനിച്ചത് അത് നടപ്പിലാക്കാൻ വേണ്ടി മാത്രമേ നോക്കുള്ളൂ. ആ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അച്ഛമ്മ വന്നേ പറ്റുള്ളൂ എന്ന് രേവതിയും പറയുന്നുണ്ട്. അതെ അച്ഛ, ഇതിനെക്കുറിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്ന് സച്ചിയും പറയാണ് കേട്ടോ. അച്ഛമ്മ വരണം എന്നാ മാത്രമേ ഉള്ളൂ ഇതില് ഒരു നീതി നടപ്പിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അച്ഛനിവിടെ നിന്നോളൂ, ഞാൻ അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് സച്ചി പറയുന്നുണ്ട്. ഏയ് വേണ്ട, ഞാൻ തന്നെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോളാം. ഈ പോക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മൊത്തത്തില് ചിന്ന ഭിന്നമായി പോകും. അച്ഛന്റെ കൂടെ ഞാനും വേണമെങ്കിൽ വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവന്നാലോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. ഏയ് അതൊന്നും വേണ്ട, ഞാൻ മാത്രം പോയാൽ മതി, അതേ ശരിയാവത്തുള്ളൂ. ഇവിടെ എന്തായാലും നീ വേണം. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നീ ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും റെഡി ആയിട്ട് പോവാൻ വേണ്ടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് പോകുന്നുണ്ട്. അച്ഛനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് സച്ചി തന്നെയാണ് അച്ഛനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛമ്മയും കൂട്ടിയിട്ട് രവി വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. വന്നോടനെ തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ വരുന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് എവിടെയും പോവാതെ അച്ഛമ്മയും വെയിറ്റ് ചെയ്ത് തന്നെ അവിടെ ഇരിക്കുമായിരുന്നു. വന്നോടനെ തന്നെ പതിവ് പോലെ സച്ചിയാണെങ്കിൽ അച്ഛമ്മയെ എടുത്ത് പൊക്കുന്നൊക്കെ ഉണ്ട്. രേവതിയും അച്ഛമ്മയ്ക്ക് അരികിലേക്ക് വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വീട്ടിലില്ല കേട്ടോ. അച്ഛമ്മ വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതിയെ അന്വേഷിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ബാമയുടെ വീട്ടിൽ പോയി നിൽക്കുവാണ് കേട്ടോ. ഇല്ല അച്ഛമ്മ ഇവിടെ അമ്മ ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഓഹോ, അവക്ക് അത്ര അഹങ്കാരോ? എന്തെങ്കിലും ഒരു പ്രശ്നം എന്നുള്ള കാര്യം വരുമ്പോഴേക്കും അവള് വീട് വിട്ട് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ഛമ്മ വന്നിരിക്കുന്നത്, അത് അടങ്ങിക്കൊള്ളുന്ന കളിയാക്കുന്ന രീതിയിൽ സച്ചിയും പറയുന്നുണ്ട്. സുധി എവിടെയെന്ന് വന്ന ഉടനെ തന്നെ നമ്മുടെ രവി അന്വേഷിക്കുന്നുണ്ട്. അവൻ റൂമിലുണ്ട് അച്ഛ. ഉടനെ തന്നെ സുധി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വിളിക്കുമ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നപ്പോഴാണ് അച്ഛമ്മ വന്നത് കാണുന്നത്.
അച്ഛമ്മേ സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അരികിൽ ഇങ്ങനെ നിൽക്കുവാണേ. ഇരിക്കടാ, നിനക്കെന്താ പുതിയ ശീലമൊക്കെ തുടങ്ങിയോ എന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. കുടിക്കുന്ന ശീലത്തെ കുറിച്ചിട്ടാണ്. എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേടാ എന്ന് സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ വിവർക്കുന്നുണ്ടേ. എടാ, നിന്റെ അച്ഛന്റെ പ്രായം എന്താന്നുള്ള കാര്യം നിനക്കറിയോ? ഇത്രയും പ്രായത്തിനിടയ്ക്ക് അവൻ ഓടി ഓടി അധ്വാനിച്ചിട്ടാണ് നിങ്ങളൊക്കെ ഇത്രയും ഒരു ഇതിലെത്തിയത്. അത് പോരാത്തതിന് അവന്റെ ഹാർട്ടിനാണെന്നുണ്ടെങ്കിൽ ഒരു സർജറിയും കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. അവനെ നിങ്ങളാരും സമാധാനത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ലേ എന്ന് ചോദിക്കുകയാണേ. കേട്ട ഉടനെ സച്ചിയാണെങ്കിൽ അച്ഛമ്മ നന്നായിട്ട് ചോദിച്ചു കൊടുക്കുക എന്ന് പറയുകയാണേ. ഉടനെ തന്നെ സച്ചിയുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി അച്ഛമ്മ പറയുകയും നമുക്ക് ആൺകുട്ടികൾ പിറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരം കുറയും എന്നുള്ള കാര്യമാണ് പറയാ. എന്റെ മോന് 3 ആൺപിള്ളേരാണ്, എന്നിട്ടും അവന്റെ ചുമരിൽ ഭാരം കൂടിക്കൂടി വരുവാണല്ലോ. ഒരു കഷ്ടതയും അച്ഛന് കൊടുക്കുന്നില്ല എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛമ്മ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ, സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കുകയെന്ന് രേവതി ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. അച്ഛനമ്മമാരെ സന്തോഷത്തോടു കൂടിയിട്ട് നടത്തേണ്ടതും നോക്കേണ്ടതും നിങ്ങളാണ്. ആ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം തൊലച്ചിട്ട് എന്റെ മകന് കഷ്ടതകൾ കൊടുത്തോണ്ടിരിക്കുവാണോ? എന്റെ മകൻ വിഷമത്തോട് കൂടിയിട്ട് എന്റെ അരികിൽ വന്ന് നിന്ന സമയത്ത് എന്റെ മനസ്സ് തന്നെ ഉടഞ്ഞു പോയി. എടാ സുധി, എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അയ്യോ അച്ഛമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്റെ ഭാര്യ എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവൾ എന്തെങ്കിലും ചെയ്തതിന് അച്ഛമ്മേ എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് സുധി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഏത് സമയത്തും മറ്റുള്ളവരുടെ തലയിൽ കുറ്റം ചാർത്തിയിട്ട് രക്ഷപ്പെടാനാണ് ഇവൻ ശ്രമിക്കാറ്. ഉടനെ അച്ഛമ്മ പറയുന്നുണ്ട്, എടാ നോക്ക് സുധി, നിന്റെ മേലും അതുപോലെ തന്നെ ശ്രുതിയുടെ മേലും തെറ്റുണ്ട്. അതുമാത്രമല്ല എല്ലാത്തിനും ഉപരി നിന്റെ അമ്മയുടെ മേലും തെറ്റുണ്ട്. കുടുംബത്തിലെ മൂത്തവളാണ് അവള്, എന്നിട്ട് എല്ലാവരെയും നല്ല രീതിയിൽ നോക്കാതെ അവള് അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഈ പ്രായത്തില് എന്റെ മകനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മേ, എന്റെ കാര്യങ്ങളൊന്നും ആരും നോക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അവരവരുടെ ജീവിതം നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതി. ഒരു അച്ഛൻ എന്ന നിലയിൽ നിനക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഇവരുടെ പ്രശ്നത്തിന്റെ പിന്നാലെ എത്ര നാളെന്ന് വെച്ചിട്ട് നീ ഇനി ഇങ്ങനെ ഓടാൻ വേണ്ടി പോകുന്നത്? എടാ സുധി, ഈ പ്രശ്നം ഇത്രയും വഷളാവാൻ വേണ്ടിയിട്ട് നീ ഒരു കാരണമാണ്. അതിനെക്കുറിച്ച് നിനക്കറിയോടാ? അച്ഛമ്മ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും മറുപടി പറയാതെ സുധി നിൽക്കുന്നത് കാണുമ്പോൾ അച്ഛമ്മേ, അവൻ ഒന്നിനും മറുപടി പറയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ അമ്മിക്കല്ല് പോലെ നിൽക്കും എന്നുള്ള കാര്യം പറയണേ. അത് കേട്ട ഉടനെ സുധിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി, എടാ നീ മിണ്ടാതിരിക്കെ, എങ്ങനെ നീ ഇരിക്കുന്നത് പോലെയാണെന്ന് സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഞാൻ എവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്താ കാണുന്നില്ലേ? ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കണോ എന്ന് സച്ചിയുടെ അടുത്തും അതുപോലെ തന്നെ സുധിയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ എന്ത് മര്യാദയാണടാ? അപ്പോഴേക്കും ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്ന ഉടനെ തന്നെ അച്ഛമ്മ എപ്പോഴാ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ടൂർ പോയ കാര്യത്തെക്കുറിച്ചൊക്കെ രവി പറഞ്ഞായിരുന്നു. ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നിങ്ങൾ ടൂർ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുവാണേ. ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നം നടന്നത്. ഇവിടെ പ്രശ്നം എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ഞങ്ങൾ പാതി തന്നെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് ഇങ്ങോട്ട് വന്നു എന്ന് പറയാണേ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണടാ വേണ്ടത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്വ ബോധമുണ്ട്. കണ്ടില്ലേ സുധി, നിന്നേക്കാളും ഇളയവനാണ്, എന്നിട്ടും അവർക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്തം കണ്ടില്ലേ? നിനക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. കുടിച്ച് കൂത്താടി പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വന്നിരിക്കുകയാണ്. എനിക്കിപ്പോ എത്ര വയസ്സായി എന്നുള്ള കാര്യം അറിയോ? ഇത്രയും നാളായിട്ട് എന്റെ മകൻ എന്നെ ഒരു രീതിയിലും സങ്കടപ്പെടുത്തിയിട്ടില്ല. എന്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടുമില്ല. അങ്ങനത്തെ അവന് പിറന്ന മക്കൾ തന്നെയല്ലടാ നിങ്ങൾ പിന്നെന്താടാ ഇങ്ങനെയായി പോയത്? സുധി എവിടെ പോയെന്നുള്ള കാര്യത്തെ കുറിച്ച് സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഉടനെ സുധി പറയുന്നത്, എനിക്ക് അറിയില്ല എന്നാണേ. ഞാനെന്താടാ വേറെ വല്ലവരെ കുറിച്ചിട്ടാണോ ചോദിച്ചത്? നിന്റെ ഭാര്യയെ കുറിച്ചിട്ടാണല്ലേ. അവള് എവിടെ പോയെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഇതാണോടാ നീ കുടുംബം നടത്തുന്ന ലക്ഷണം? നിന്റെ അമ്മ അവളുടെ അടുത്ത് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവള് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നീയും ചുമ്മാതിരിക്കോടാ? നീ മാത്രം എന്താടാ ഇങ്ങനെ? നിനക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര നാളായിട്ടും അറിയില്ലേടാ? സ്വന്തം ഭാര്യ എവിടെയെന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അവൻ അറിയില്ല എന്ന് പറയുന്നു. അത് അച്ഛമ്മേ, അവളെന്തായാലും അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ശരി, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ വഴിയെ പൊക്കോട്ടെ എന്നാണോ നീ വിചാരിക്കേണ്ടത്? അവളെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നിനക്ക് അറിയില്ലേ? നിന്റെ അമ്മ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി. അവൾ എന്ത് മാനസികാവസ്ഥയിലുള്ളതെന്നുള്ള കാര്യം അറിയില്ലല്ലോ. മനുഷ്യന്മാരുടെ അവസ്ഥ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. നിന്റെ അമ്മ എവിടെ പോയതാണ്? അമ്മ വേറെ എവിടെ പോവാനാ? ബാമാന്റെ വീട്ടിലുണ്ടാവുമെന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അത് ശരി, എന്തായാലും സുധി, നീ ശ്രുതിയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പറയാന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെ കല്ല് പോലെ തന്നെ ഇരിക്കുവാണ്. എന്നിട്ട് അച്ഛമ്മ വിളിച്ചിട്ട് വരാൻ വേണ്ടിട്ട് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അവള് നിന്റെ ഭാര്യയല്ലടാ, നീ വിളിച്ചിട്ട് അവളുടെ അടുത്ത് വരാൻ വേണ്ടി പറയടാ എന്ന് സുധിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറയുന്നത് നീ കേട്ടില്ലടാ, മര്യാദയ്ക്ക് ഫോൺ ചെയ്യടാ എന്ന് സച്ചി പറയാണ്. ഉടനെ തന്നെ ഫോൺ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ വേണ്ടിട്ട് സുധി മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇനി ശ്രുതിയെ വിളിച്ചു വരുത്തിയിട്ട് ചന്ദ്രമതിയും വിളിച്ചു വരുത്തി ഉണ്ടാവാൻ വേണ്ടി പോകുന്ന സീനൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്